2 ദിവസം കഴിഞ്ഞാണ് വേണു അളകയുടെ അടുത്തേക്ക് ചെന്നത്. അളകയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു വേണു. എന്നാൽ വേണു വന്നു കയറിയ ആ നിമിഷം മുതൽ വിനയൻ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അലിയുടെ ഫോൺ എവിടെ? വിനയൻ ഒന്ന് അടുത്തു നിന്നും മാറിയപ്പോൾ വേണു ചോദിച്ചു. എൻ്റെ അടുത്തുണ്ട്. അവൾ ഫോൺ എടുത്തു. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും കുറേ വിളിച്ചു, മെസ്സേജ് അയച്ചു, കിട്ടുന്നില്ല. പൈസ തീർന്നു, റീചാർജ് ചെയ്യണം, അതിന് പറ്റിയില്ല. വേണു വേഗം തൻ്റെ ഫോൺ എടുത്ത് അളകയുടെ നമ്പറിൽ റീചാർജ് ചെയ്തു. വാട്സാപ്പ് തുറന്നു നോക്ക്. മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്ലൈ തരണം, അപ്പോൾ തന്നെ ഡിലീറ്റും ചെയ്യണം. അളക ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നു. അതിൽ വേണുവിൻ്റെ കുറേ മെസ്സേജ് വന്നു കിടക്കുന്നുണ്ടായിരുന്നു. അല്ലി, അന്ന് ഞാൻ പറഞ്ഞ പെൺ ക്യാമറ എവിടെയാണ് വെച്ചത്? അവൾ ആ വാട്സാപ്പ് മെസ്സേജ് വായിച്ച് വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മറുപടി അതിലൂടെ തന്നാൽ മതിയെന്ന് വേണു ആംഗ്യം കാട്ടി. അച്ഛൻ്റെ റൂമിൽ. അവൾ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ എടുത്തു തരാൻ പറ്റുമോ? വേണു മെസ്സേജ് അയച്ചു. ഞാൻ എടുത്തു വച്ചിട്ട് വേണുവേട്ടനെ വിളിക്കാം. അവൾ റിപ്ലൈ കൊടുത്തു. ഓക്കെ. കുറച്ചു നേരം സംസാരിച്ചിരുന്ന ശേഷം വേണു യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. അളക വാട്സാപ്പിൽ വന്ന വേണുവിൻ്റെ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തു. വേണു പോയി കുറച്ചു കഴിഞ്ഞതും അളക എഴുന്നേറ്റ് അച്ഛൻ്റെ മുറിയിലെ ബാത്റൂമിൽ പോയി. തിരിച്ചിറങ്ങിയതിനു ശേഷം അവൾ പെൺ ക്യാമറ സെറ്റ് ചെയ്തു വെച്ച കലണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കലണ്ടറിൽ എത്ര തിരഞ്ഞിട്ടും ആ ക്യാമറ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ആ റൂമിൽ മൊത്തം തിരഞ്ഞു, അത് കണ്ടെത്താനായില്ല. ഈശ്വര, അതെവിടെ പോയി? താൻ ഇവിടെ തന്നെയാണല്ലോ വച്ചത്. ഇനി വേണുവേട്ടനോട് എന്തു പറയും? ഇത്രയും ദിവസം താനത് ശ്രദ്ധിച്ചില്ലല്ലോ. എന്നാലും ഈ മുറിയിൽ നിന്നും അതെവിടെ പോകാൻ? അളക, നീ അവിടെ എന്തെടുക്കുക? ഇവിടെ വന്നിരിക്കെ. പുറത്തു നിന്നും ചെറിയമ്മയാണ്. അളക വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരെങ്കിലും വരും, അപ്പോൾ നീ അവിടെ ചെന്നിരിക്കുകയാണോ? ചെറിയമ്മയുടെ ചോദ്യം കേട്ട് അവൾ ഒന്നും മിണ്ടാതെ പായയിൽ ചെന്നിരുന്നു. വൈകുന്നേരം ആയുഷിന്റെ കാർ വലിയമംഗലം തറവാടിന്റെ ഗേറ്റ് കടന്ന് പോർച്ചിൽ ചെന്ന് നിന്നു. മുറ്റത്തെ മനോഹരമായ ഗാർഡനിലെ സിമന്റ് ബെഞ്ചിൽ എന്തെല്ലാമോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്ന ചിറ്റയെ കണ്ട് ആയുഷ് അങ്ങോട്ട് നടന്നു. വേണു നേരെ കിച്ചണിലേക്കും. ചിറ്റേ, ഇന്നെന്താ പതിവില്ലാതെ ഇവിടെ? താമരക്കുളത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ആമി മെല്ലെ തല ഉയർത്തി ആയുഷിനെ നോക്കി. അച്ചു എപ്പോ വന്നു? ദേ വന്നേ ഉള്ളൂ ചിറ്റേ. അപ്പോൾ ഒന്നും കഴിച്ചില്ലേ? വാ, ചിറ്റ എടുത്തു തരാം. ആമി ബെഞ്ചിൽ നിന്നും എഴുന്നേൽക്കാൻ ആഞ്ഞു. അതൊക്കെ പിന്നെ കഴിക്കാം, ഇപ്പോൾ എൻ്റെ ചിറ്റ ഇവിടെ ഇരിക്കും. ആയുഷ് ആമിയുടെ മടിയിൽ തല വച്ച് നീണ്ടു നിവർന്നു കിടന്നു. ആമിയുടെ കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് വെച്ചു. ആമി ആയുഷിന്റെ തല മസാജ് ചെയ്യാൻ തുടങ്ങി. ആയുഷിന് തിരക്കില്ലാത്ത ടൈമിൽ അവനിങ്ങനെ ആമിയുടെ മടിയിൽ ചിറ്റയുടെ മസാജിനായി വന്നു കിടക്കാറുണ്ട്. ചിലപ്പോൾ അവൻ അങ്ങനെ കിടന്നുറങ്ങും. ആമിക്ക് പ്രാണനാണ് ആയുഷിനെ. അച്ചു, ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. ആര്? കണ്ണടച്ച് കിടക്കുകയായിരുന്ന ആയുഷ് കണ്ണു തുറന്ന ആമിയെ നോക്കി. നിന്റെ മുറപ്പെണ്ണ്, ആമി കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ ഒന്നിടുങ്ങി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നല്ല കുട്ടിയല്ലേ, നിനക്ക് നല്ല മാച്ചാവും. എനിക്കിഷ്ടമല്ല അവളെ. വൈ, നല്ല സുന്ദരി കുട്ടിയല്ലേ, പോരാത്തതിന് ഇന്ദു ഏട്ടത്തിയുടെ പൊന്നാര ഏട്ടൻ്റെ മകളും, സ്മാർട്ട് ഗേൾ. ആമി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടെങ്കിലോ? കുറുമ്പോടെ പറയുന്നവനെ ഒന്ന് നോക്കി ആമി. നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമുണ്ടോ അച്ചു? ഉണ്ടെങ്കിൽ. അവൻ്റെ കണ്ണുകളിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. കെട്ടിപ്പൂട്ടി എവിടെയെങ്കിലും കൊണ്ട് വച്ചോ, ഇവിടെ എടുക്കണ്ട. അതെന്താ ചിറ്റേ? പ്രണയത്തിൻ്റെ നിറം ചുവപ്പാ, അപകടത്തിൻ്റെ നിറവും അതാ. അപകടം എന്നത് നമുക്ക് ദുഃഖമല്ലേ അച്ചു? അപ്പോൾ പ്രണയം നമുക്ക് തരുന്നത് വേദന മാത്രമാണ്. എൻ്റെ അച്ചു ജീവിതത്തിൽ എന്നും സന്തോഷിക്കണം, അത് കാണാനാണ് ചിറ്റയ്ക്ക് ഇഷ്ടം. അച്ചുവിനറിയാലോ, ചിറ്റ എന്നാൽ ചെറിയമ്മ എന്നാണ് അർത്ഥം. ചേച്ചിമാരില്ലാത്തത് കൊണ്ട് എനിക്കെന്നും സങ്കടമായിരുന്നു. എന്നെ ചിറ്റയെന്ന് വിളിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത്. എൻ്റെ വിഷമം കണ്ട് നിന്റെ അമ്മയാണ് പറഞ്ഞത്, അമ്മയുടെ സ്ഥാനം അലങ്കരിക്കുന്നവരെയും ചിറ്റയെന്ന് വിളിക്കാമെന്ന്. അപ്പച്ചി എന്ന് വിളിക്കാനും നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചിയെയും ചിറ്റയെയും ഞാനൊരു തുലാസിൽ വച്ച് തൂക്കി. ചിറ്റയ്ക്കായിരുന്നു തൂക്കം കൂടുതൽ. നിന്നെ ഞാൻ കണ്ടതും എൻ്റെ മകനായി തന്നെയാ. അതുകൊണ്ട് ചിറ്റ പറയുന്നത് ചിറ്റയുടെ കുട്ടി കേൾക്കണം. എന്തെങ്കിലും മനസ്സിൽ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് വേരോടെ എടുത്തു കളയണം. എന്നിട്ട് നല്ല കുട്ടിയായി എല്ലാവരുടെയും ആശീർവാദത്തിൽ പൂജയെ കല്യാണം കഴിക്കണം. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എങ്കിൽ വാ, ചിറ്റ ചായ എടുത്തു തരാം. ആമി അവനെയും പൊക്കിക്കൊണ്ട് എഴുന്നേറ്റു. അനുസരണയുള്ള കുഞ്ഞിനെ പോലെ ആയുഷ് അവരോട് ചേർന്ന് നടന്നു. റൂമിലെത്തി കുളിച്ച് ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുമ്പോഴാണ് വേണു പിന്നിൽ നിൽക്കുന്നത് ആയുഷ് കണ്ണാടിയിലൂടെ കാണുന്നത്. ഉമ്മയ്ക്കാണോ വേണു ഏട്ടാ? ഒരു കണ്ണിറക്കിക്കൊണ്ട് ആയുഷ് ചോദിച്ചു. ഏയ് പോടേ, ഞാനെന്താ വികാര ജീവിയോ? അതൊക്കെ ആരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് വേണുവിൻ്റെ കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു ആയുഷ്. കണക്കായി പോയി.
അല്ലി വിളിച്ചിരുന്നു. കളിച്ചിരിയിൽ നിന്നും പെട്ടെന്ന് വേണുവിന്റെ ശബ്ദം മാറിയതും ആയുഷ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തിനാ വിളിച്ചത്? ആ പെൺ ക്യാമറ കാണാനില്ലത്രേ. ആ വീട്ടിൽ ഇനി തിരയാൻ സ്ഥലമില്ലെന്നാ അവൾ പറയുന്നത്. ആയുഷ് പെട്ടെന്ന് ബെഡിലേക്ക് ഇരുന്നു. ഇനി എന്ത് ചെയ്യും? ആ ക്യാമറയിലായിരുന്നു എൻ്റെ പ്രതീക്ഷ മുഴുവൻ. പെട്ടെന്ന് ആയുഷിന്റെ ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും ആയുഷ് വേഗം ഫോൺ എടുത്തു. പറയൂ നിഹാൾ. ഓഹോ, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ. ഫോൺ ഓഫ് ചെയ്ത് മേശപ്പുറത്ത് വച്ചു ആയുഷ്. പെട്ടെന്നാണ് ഡോർ തുറന്നുകൊണ്ട് പൂജ കയറി വന്നത്. അച്ചുവേട്ടൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ഇവിടെ ഇരുന്നിട്ട് എന്താ പണി? അതോ, അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സൂപ്പർ സ്റ്റോറി ആയിരുന്നു. വേണുവിൻ്റെ മറുപടി കേട്ട് പൂജ ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി. ഞാൻ വേണുവേട്ടനോട് ചോദിച്ചില്ല, എന്നോട് അച്ചുവേട്ടൻ മറുപടി പറഞ്ഞോളൂ. ചോദ്യങ്ങളും ഉത്തരങ്ങളും കഴിഞ്ഞിട്ട് വാരണ്ടും. അതും പറഞ്ഞ് വേണു താഴേക്ക് ഇറങ്ങിപ്പോയി. പൂജയ്ക്ക് ഇപ്പോൾ എന്താ വേണ്ടത്? അതെന്താ അച്ചുവേട്ട അങ്ങനെ ഒരു ചോദ്യം? ഞാൻ എൻ്റെ അച്ചുവേട്ടനെ കാണാനല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. അവൾ അടുത്തിരുന്ന് ആയുഷിന്റെ തോളിലേക്ക് ചാരിയിരുന്നു. ആയുഷ് പതുക്കെ അവളുടെ തല ഉയർത്തി മാറ്റി അവിടെ നിന്നും എഴുന്നേറ്റു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതും പറഞ്ഞ് ആയുഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിന്നെ ഞാൻ ശരിയാക്കി തരാം ആയുഷേ. 2 ആഴ്ചയുണ്ട് ഞാനിവിടെ, അവൾ മനസ്സിൽ പറഞ്ഞു. ഹാളിൽ ചമ്രം പടഞ്ഞിരുന്ന് സഞ്ചയത്തിന് വിളിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് വിനയൻ. അയാൾ മുന്നിലെ പുസ്തകത്തിൽ ഓരോരുത്തരുടെയും പേരുകൾ എഴുതുകയാണ്. എന്നാൽ എഴുതുമ്പോൾ മഷി പിടിക്കുന്നില്ല. എന്ത് പേനയാണിത്? മഷിയുമില്ല, നിബും പോരാ. അയാൾ ആ പേന എടുത്ത് വലിച്ചെറിഞ്ഞു. പായയിൽ ചരിഞ്ഞു കിടക്കുകയായിരുന്ന അളകയുടെ ദേഹത്തേക്കാണ് ആ പേന വന്ന് വീണത്. കിടന്ന കിടപ്പിൽ പായയിൽ തപ്പി അവൾ ആ പേന കയ്യിലെടുത്തു. ഇതാ പേനയല്ലേ? ഇതെങ്ങനെ ചെറിയച്ഛൻ്റെ കയ്യിൽ? ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു അളക.